വെൽക്കം ടു എ ന്യൂ വ്ലോഗ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് തുടക്കക്കാർക്ക് ഉപകാരപ്രദമാകുന്ന ക്ലാസ് ആണ്. ക്രോഷയിൽ നമ്മൾ സ്റ്റിച്ചസ് നോക്കുമ്പം അത് എളുപ്പത്തിലുള്ളതാണെങ്കിലും പ്രയാസമുള്ളതാണെങ്കിലും എല്ലാം ഒരു ബേസിക് സ്റ്റിച്ചിലുള്ള ചെറിയ മാറ്റങ്ങളോ കോമ്പിനേഷൻസോ ഒക്കെയാണ്. ഇന്ന് നമ്മൾ ഇവിടെ എടുത്തിട്ടുള്ള ഫസ്റ്റ് 3 ഒരു ഹൂക്സ് ആണ്. ഇത് വെച്ചിട്ട് നമ്മളൊരു സിംഗിൾ സ്റ്റിച്ച് ആണ് ഫസ്റ്റ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമ്മൾക്ക് ഒരു യാൺ കട്ടർ ഉണ്ട്. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് 100% ആക്രലിക് യാൺ ആണ്. ക്രോഷ്യ ചെയ്യാൻ കുറച്ചുകൂടെ ഭംഗിയായി ചെയ്യാൻ എപ്പോഴും 100% ആക്രിലിക് യാൺസ് എടുക്കുന്നതാണ് നല്ലത്. എങ്ങനെയാണ് ഒരു സ്ലിപ്പ് നോട്ട് ഇടുന്നത് എന്നാണ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത്. ഇത് യാൺ ഇങ്ങനെ എടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ക്രോസ് ആയിട്ട് പിടിച്ചു കൊണ്ടുവരിക. ഇതാണ് നമ്മുടെ യാണിൻ്റെ ടെയിൽ എൻഡ്. ഇതാണ് നമ്മുടെ യാണിൻ്റെ വർക്കിംഗ് യാണ്. നമ്മൾ ഈ ടെയിൽ വർക്കിംഗ് യാണ് വിട്ടതിന് ശേഷം അതിങ്ങനെ ഈ ഈ സർക്കിളിനകത്തോടെ വലിക്കുമ്പോഴാണ് നമ്മുടെ സ്ലിപ്പ് നോട്ട് വീഴുന്നത്. ഇതന്നെ നമുക്ക് ഹൂക്സ് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഹൂക്സ് വെച്ച് എങ്ങനെ ചെയ്തെടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാൺ ഫസ്റ്റ് ഇതുപോലെ ക്രോസ് ആയി പിടിച്ച ശേഷം നമ്മൾ ഹൂക്സ് എടുത്തിട്ട് വർക്കിംഗ് യാണിൽ ഇതുപോലെ പിടിക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വലിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയാണ് നമ്മൾ ഈ സ്ലിപ്പ് നോട്ട് ഇടുന്നത്. ഇനി നമുക്ക് സ്ലിപ്പ് നോട്ടിൽ എങ്ങനെയാണ് ഹൂക്ക് പിടിക്കേണ്ടതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഹൂക്സ് ഇട്ടിട്ട് ഈ ഹൂക്സ് ഈ സ്ലിപ്പ് നോട്ടിനകത്തൂടെ ഇങ്ങനെ സിമ്പിളായിട്ട് മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ ഒരു ടൈറ്റ്. ഒരുപാട് ടൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരുപാട് ലൂസ് ചെയ്യാനോ പാടില്ല. നമുക്കത് വർക്ക് ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇനി നമ്മൾ എങ്ങനെയാണ് നമ്മൾ ഒരു യാണ് പിടിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ നമ്മുടെ ഹാൻഡ്സിൽ പലരും പല രീതിയിലുമാണ് യാണ് പിടിക്കുന്നത്. നിങ്ങൾക്ക് എങ്ങനെയാണ് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നത് അതുപോലെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. ഇത് അധിക പേരും ഇതിങ്ങനെ എടുത്തിട്ട് സർക്കിൾ ചെയ്തെടുത്തിട്ട് ഇങ്ങനെയാണ് യാൺ പിടിക്കുന്നത്. അല്ല, എനിക്ക് കുറച്ചുകൂടെ യൂസർ ഫ്രണ്ട്ലി ഇങ്ങനെ പിടിക്കുന്നതാണ്. ഞാൻ ഇങ്ങനെയാണ് പിടിക്കാറുള്ളത്. അത് നിങ്ങളുടെ യൂസർ ഫ്രണ്ട്ലിക്ക് അനുസരിച്ചാണ് നമ്മൾ പിടിക്കേണ്ടത്. ഇനി എങ്ങനെയാണ് നമ്മൾ ഹൂക്സ് എങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് നോക്കാം. 2 ടൈപ്സിൽ നമുക്ക് ഹൂക്സ് പിടിക്കാം. ഇത് നമ്മളൊരു സ്ലിപ്പ് നോട്ട് ഇട്ട ശേഷം ഫസ്റ്റ് നമ്മളൊരു നൈഫ് പിടിക്കുന്ന പോലെ പിടിക്കാം. ഇതാണ് നൈഫ് പിടിക്കുന്ന പോലെ പിടിക്കുന്നത്. എനിക്ക് ഇത്തിരിയൂടെ ഈസി ആയിട്ടുള്ള മെത്തേഡ് ഇതാണ്. പിന്നെ നമുക്കുള്ള ഒരു മെത്തേഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പെൻസിൽ പിടിക്കുന്ന പോലെ അല്ലെങ്കിൽ പേന പിടിക്കുന്ന പോലെ പിടിക്കലാണ് വേറൊരു മെത്തേഡ്. ഇത്തിരി ഡിഫിക്കൽട്ടാണ്. ചിലവർക്ക് ഇതായിരിക്കും ഈസി. എങ്ങനെയാണോ നിങ്ങൾക്ക് വർക്ക് ചെയ്യുമ്പം യൂസർ ഫ്രണ്ട്ലി തോന്നുന്നത് അതുപോലെയാണ് നിങ്ങൾ ഇത് പിടിക്കേണ്ടത്. കാരണം നമ്മളാണ് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഒരു ചെയിൻ സ്റ്റിച്ച് ചെയ്യുന്നത് എന്നാണ്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം നമ്മൾ ഈ യാണ് ഹൂക്സിൻ്റെ സ്ലിപ്പ് നോട്ട് ഇട്ട ശേഷം യാണ് ബാക്കിലൂടെ വർക്കിംഗ് ആണ് ഹൂക്സിൻ്റെ ബാക്കിലൂടെ എടുത്തിട്ടാണ് നമ്മൾ ചെയിൻ സ്റ്റിച്ച് ഇടുന്നത്. ഇങ്ങനെ 1 2 3 4 നമ്മൾ 4 സ്റ്റിച്ചസ് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ചു കാലം നമ്മൾ തുടക്കക്കാരൊക്കെ കുറച്ചു കാലം നമ്മൾ ഈ ചെയിൻ സ്റ്റിച്ച് തന്നെ ചെയ്ത് പഠിച്ചാൽ നമുക്ക് ഈ ഹൂക്സ് പിടിക്കൽ കുറച്ച് സിമ്പിളായിട്ട് ഫീൽ ചെയ്യും. നമ്മൾ 10 11 നമ്മളിവിടെ ഇങ്ങനെ 11 സ്റ്റിച്ചസ് ആണ് ഈ സിംഗിൾ സ്റ്റിച്ചിൽ ചെയ്തെടുക്കുന്നത്. ഇനി ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. കാരണം നമ്മൾ ജസ്റ്റ് ഒരു കണ്ടിന്യൂ ചെയ്യുന്നില്ലാത്തതുകൊണ്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് 11 ചെയിൻ സ്റ്റിച്ചസ്. നെക്സ്റ്റ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്യാനായിട്ട് ഞാനിവിടെ 3.5 mm ഹൂക്കാണ് എടുക്കുന്നത്. ഇതാണ് എനിക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു സ്ലിപ്പ് നോട്ട് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സ്ലിപ്പ് നോട്ടിൽ ഫസ്റ്റ് നമ്മൾ 11 ചെയിൻ സ്റ്റിച്ചസ് ആണ്
ചെയ്തെടുക്കുന്നത്. 1 2 3 ഇങ്ങനെ നമ്മൾ 11 ചെയിൻ സ്റ്റിച്ചസ് ഫസ്റ്റ് ചെയ്തെടുക്കുക. ഇതാ 1 2 3 4 5 6 7 8 9 10 11 ഇങ്ങനെ 11 ചെയിൻ സ്റ്റിച്ചസ് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇത് ചെയ്യുമ്പം ഫസ്റ്റ് ഒരു സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിലുണ്ടല്ലോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതൊരു വി പോലെയാണുള്ളത്. ഇതിന് അപ്പർ സൈഡും ഉണ്ട് ലോവർ സൈഡും ഉണ്ട് നമ്മുടെ ഈ ചെയിൻ സ്റ്റിച്ചിന്. പിന്നെ ഇതിന് ദേ നോക്കുമ്പം ഇതിന് ബാക്ക് സൈഡും ഉണ്ട്. ഇങ്ങനെ 3 ലൂപ്സ് ആണ് നമ്മൾ നോക്കുന്നത്. ബാക്ക് സൈഡും ഉണ്ട്. ഇതിൽ ത്രൂ ലൂപ്സ് ആയിട്ടാണ് ഒരു സ്റ്റിച്ച് കിടക്കുന്നത്. ഇനി നമ്മൾ ഇതെങ്ങനെയാണ് സിംഗിൾ ക്രോഷ്യ ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റിച്ച് സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് സ്റ്റിച്ചിൽ ഹൂക്ക് ചെയ്തിട്ട് നമ്മളതിനെ ഒരു യാണിനെ പുൾ ഓവർ ചെയ്തെടുത്തിട്ട് ദേ ഇപ്പം നമുക്ക് 2 ലൂപ്പുകൾ കാണാം. 1 2 ലൂപ്സ് കാണാം. അതിൽ ഒന്നിച്ച് നമ്മൾ യാണിനെ എഗെയിൻ നമ്മൾ പുറത്തേക്ക് എടുക്കുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ സിംഗിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ വീഡിയോ റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഒരെണ്ണം കൂടെ ചെയ്ത് നോക്കാം. ഇതാ ഫസ്റ്റ് നമ്മളെ യാണിനെ തേർഡ് സ്റ്റിച്ചിനകത്തോട് എടുത്തിട്ട് അവിടെ നിന്ന് വർക്കിംഗ് യാണിനെ പുൾ ഓവർ ചെയ്തെടുത്ത് അത് ഒന്നിച്ച് നമ്മൾ ഒറ്റ സ്റ്റിച്ചാക്കി എടുക്കുന്നത്. ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഇങ്ങനെ നമ്മൾ ഈ ഒരു ചെയിൻ സ്റ്റിച്ചിൽ 10 സിംഗിൾ ക്രോഷ്യാണ് ചെയ്തെടുക്കുന്നത്. നമ്മൾ ഫസ്റ്റ് സ്കിപ്പ് ചെയ്ത ഒരു ചെയിന് നമ്മൾ കൗണ്ട് ചെയ്യുന്നില്ല. അല്ലാതെ നമ്മൾ 10 സിംഗിൾ ക്രോഷ്യേഴ്സ് ആണ് ഈ ഒരു ചെയിനിൽ നമ്മൾ ചെയ്തെടുക്കുന്നത്. ഇതാണ് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള 10 സിംഗിൾ ക്രോഷ്യേഴ്സ്. നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ എങ്ങനെയാണ് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഫസ്റ്റ് നമ്മൾ 11 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫസ്റ്റ് 2 ചെയിൻ സ്റ്റിച്ചസ് വിടുന്നുണ്ട്. ഫസ്റ്റ് 2 ചെയിൻ വിട്ടതിന് ശേഷം യാൺ ഓവർ ചെയ്തിട്ട് നമ്മളെ തേർഡ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്യുക. ഈ നൂലിങ്ങനെ ഫസ്റ്റ് ഒന്ന് ചുറ്റി കൊടുത്തതിന് ശേഷം തേർഡ് ചെയിനിൽ ഇൻസേർട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് നമ്മൾ എഗെയിൻ യാണിനെ എടുത്തിട്ട് നമ്മൾ പുറത്തേക്ക് വരിക. അപ്പോൾ നമുക്ക് 3 ലൂപ്സ് കാണാം. കണ്ടോ 1 2 3 ലൂപ്സ് ആയിട്ട് കാണാം. എന്നിട്ട് ഈ 3 ലൂപ്പിനെ ഒന്നിച്ച് പുറത്തേക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ വിട്ടിട്ടുള്ള ഫസ്റ്റ് 2 ചെയിൻ ഉണ്ടല്ലോ, ആ ഫസ്റ്റ് 2 ചെയിന് ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യയുടെ ഹൈറ്റ് ആണ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ഇതേ ഫസ്റ്റ് നമ്മൾ യാണിനെ എടുത്തിട്ട് സ്റ്റിച്ചിനകത്തോടെ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം അവിടുന്ന് യാണിനെ വീണ്ടും എടുത്ത് അതിനൊന്നിച്ച് പുള്ള് ചെയ്തെടുത്തിട്ട് പുറത്ത് വന്നിട്ട് ഒന്നിച്ച് നമ്മൾ പുൾ ഓവർ ചെയ്തെടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ഹാഫ് ഡബിൾ ക്രോഷ്യ ചെയ്തെടുക്കുന്നത്. ഇങ്ങനെ നമുക്ക് ഈ ചെയിനിൽ നമുക്ക് 9 ഹാഫ് ഡബിൾ ക്രോഷ്യേഴ്സ് ചെയ്തെടുക്കാവുന്നതാണ്. നമ്മൾ ഒരു സ്റ്റിച്ച് ചെയ്യുന്നതിന് മുന്നേ കുറച്ച് ആദ്യം ഇതുപോലെ പ്രാക്ടീസ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടെ ഈസി ആയിരിക്കും. ഇങ്ങനെ 9ഓ 11ഓ ചെയിൻ വേണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഒരുപാട് ചെയ്തിട്ട് ഇങ്ങനെ പഠിക്കാൻ വേണ്ടിയിട്ട് ഇത് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്ത് പഠിക്കാവുന്നതാണ്. നമ്മൾ ലാസ്റ്റത്തെ നമ്മുടെ സ്റ്റിച്ചും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇതിൽ ഫസ്റ്റ് 2 ചെയിൻസ് വിട്ടതിന് ശേഷം 9 ഹാഫ് ഡബിൾ ക്രോഷ്യേഴ്സ് ആണ് ഉണ്ടാവുക. ഫസ്റ്റ് 2 ചെയിൻ നമ്മൾ കൗണ്ട് ചെയ്യില്ല. ഇനി നമ്മൾ ചെയ്ത് നോക്കുന്നത് ഡബിൾ ക്രോഷ്യേഴ്സ് ആണ്. അതിന് ഫസ്റ്റ് നമ്മൾ 12 സിംഗിൾ ചെയിൻസ് ചെയ്തെടുക്കുക. ഈ 12 സിംഗിൾ ചെയിൻസിൽ നമ്മൾ ഫസ്റ്റ് 3 ചെയിൻസ് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് ഡബിൾ ക്രോഷ്യയുടെ ഫസ്റ്റ് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ ഫോർത്ത് സ്റ്റിച്ചിലാണ് നമ്മൾ ഫസ്റ്റ് സ്റ്റിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മളെ യാണ് ഒന്ന് ചുറ്റിയെടുത്തിട്ട്
ഫോർത്ത് സ്റ്റിച്ചിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് വീണ്ടും യാണ് ചുറ്റി പുറത്തോട്ട് എടുത്തിട്ട് ഇപ്പം ഇതിൽ നമുക്ക് 3 ലൂപ്സ് കാണാം. നമ്മൾ ഡബിൾ ക്രോഷയിൽ കണ്ട പോലെ തന്നെ 3 ലൂപ്സ് കാണാം. ഈ 3 ലൂപ്സിൽ നമ്മൾ യാണ് ചുറ്റിയിട്ട് ഫസ്റ്റ് 2 ലൂപ്സിന് ഉള്ളിലൂടെ മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു ലൂപ്പിനെ സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് 2 ലൂപ്സിലൂടെ മാത്രമേ എടുക്കും. അപ്പോൾ നമുക്ക് എഗെയിൻ 2 ലൂപ്സ് കിട്ടും. അതിനുശേഷം നമ്മൾ ഈ 2 ലൂപ്സിലൂടെ വീണ്ടും നമ്മൾ യാണ് പുറത്തേക്ക് എടുക്കുന്നതിനെയാണ് നമ്മൾ ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങനെ ഈ ഡബിൾ ക്രോഷേ ഈ ഒരു ചെയിനിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ നമ്മൾ ഫസ്റ്റ് 3 ചെയിൻ സ്കിപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ഈ ഒരു ചെയിനിൽ നമുക്ക് കിട്ടുന്നത് 9 ഡബിൾ ക്രോഷേസ് ആയിരിക്കും. നമ്മൾക്കിത് കാണുമ്പോൾ ഉള്ള ബുദ്ധിമുട്ടുകളും നമ്മളിത് ഇങ്ങനെ പ്രാക്ടീസിലൂടെ ഇത് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇത് കണ്ടോ, ഇതാണ് നമ്മൾ ഡബിൾ ക്രോഷേസ് വരുന്നത്. 3 ചെയിൻ സ്കിപ്പ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് 9 ഡബിൾ ക്രോഷേസ് കിട്ടുന്നതാണ്. ഇനി നമുക്ക് ചെയ്യുന്നത് നമ്മൾ ട്രിപ്പിൾ ക്രോഷയാണ് നെക്സ്റ്റ് നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത്. ട്രിപ്പിൾ ക്രോഷയിൽ ഫസ്റ്റ് നമ്മൾ 13 ചെയിൻ സ്റ്റിച്ചസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതാണ് 13 ചെയിൻ സ്റ്റിച്ചസ്. ശേഷം നമ്മൾ ഇത് ചെയ്യുമ്പം ഫസ്റ്റ് 4 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് 5th ചെയിനിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 1 2 3 4 ഈ 4 ചെയിൻസ് സ്കിപ്പ് ചെയ്ത് നമ്മുടെ 5th ചെയിനിലാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഫസ്റ്റ് യാണിനെ 2 ടൈംസ് നമ്മൾ ചുറ്റിയെടുത്തിട്ട് 5th ചെയിനിലൂടെ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ അവിടുന്ന് യാണിനെ അഗെയിൻ പുറത്തേക്ക് എടുക്കുമ്പോൾ നമുക്കിത് ടോട്ടൽ നമുക്ക് 4 ലൂപ്സ് കാണാം. അതിൽ ഫസ്റ്റ് 2 ലൂപ്സിലൂടെ നമ്മൾ വീണ്ടും യാണിനെ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് അഗെയിൻ 3 ലൂപ്സ് കാണാം. പിന്നെയും നമ്മൾ യാണിനെ 2 ലൂപ്സിലൂടെ എടുത്തതിന് ശേഷം പിന്നെയും നമുക്ക് 2 ലൂപ്സ്. ദെൻ നമ്മൾ ആ യാണിനെ കംപ്ലീറ്റ് ചെയ്യുക ചെയ്യുന്നത്. വീണ്ടും ലൂപ്സ് യാണിനെ ചുറ്റിയെടുത്തിട്ട് ആ 2 ലൂപ്സ് കൂടെ കംപ്ലീറ്റ് ചെയ്യും. ഇതാണ് നമ്മുടെ ട്രിപ്പിൾ ക്രോഷേ വരുന്നത്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ ഫസ്റ്റ് 4 ചെയിൻസ് എന്ന് പറയുന്നത് ഒരു ട്രിപ്പിൾ ക്രോഷയുടെ ഹൈറ്റ് ആണ്. ബാക്കി നമ്മൾ അഗെയിൻ നമ്മൾ അങ്ങനെ 9 ട്രിപ്പിൾ ക്രോഷേസ് ആണ് ഈ ഒരു ചെയിനിൽ നമ്മൾ ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ 4 ചെയിൻ പ്ലസ് 9 ട്രിപ്പിൾ ക്രോഷേസ് നമുക്ക് ഇതിൽ ചെയ്തെടുക്കാൻ പറ്റും. ഇതാണ് നമ്മളെ ട്രിപ്പിൾ ക്രോഷേസ്. ഇനി നമുക്ക് നമ്മൾ ചെയ്ത എല്ലാ സ്റ്റിച്ചസും ഒന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് ചെയിൻസ് ആണ്. ആ ചെയിൻ സ്റ്റിച്ചാണിത്. ഇത് നമ്മുടെ സിംഗിൾ ക്രോഷേ, ഹാഫ് ഡബിൾ ക്രോഷേ, ഡബിൾ ക്രോഷേ, ഇത് ട്രിപ്പിൾ ക്രോഷേ. നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇത് കണ്ടില്ലേ, ബേസിക് സ്റ്റിച്ചിൽ ചില മാറ്റങ്ങൾ മാത്രമോ അല്ലെങ്കിൽ കോമ്പിനേഷൻസോ വരുത്തിയിട്ടാണ് നമ്മൾ എല്ലാ സ്റ്റിച്ചുകളും ചെയ്തെടുത്തിട്ടുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. നമ്മൾ മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ വരുന്നതാണ്.